നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വർക്കല കന്യാകുമാരി ട്രിപ്പിൻ്റെ ലാസ്റ്റ് പാർട്ട് വീഡിയോ ആയിരിക്കും ഇത്. ഇന്ന് നമ്മൾ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് എൻ്റെ നാടായ പയ്യന്നൂരിലേക്ക് പോവാണ്. ഏത് ട്രെയിനാണ് പോകുന്നത് വെച്ചാൽ ഈയിടയ്ക്ക് LHB കോച്ചായിട്ടുള്ള നമ്മുടെ 163-47 നമ്പർ മംഗലാപുരം സെൻട്രൽ എക്സ്പ്രസ്സിനാണ്. അപ്പോൾ ഈ ഒരു യാത്രാ സീരീസിൻ്റെ ലാസ്റ്റ് പാർട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനു മുമ്പുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ വീഡിയോയുടെ ലിങ്കുകളൊക്കെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു പ്ലേലിസ്റ്റ് ആക്കി ഞാൻ ഇടാം. നമ്മുടെ വർക്കല കന്യാകുമാരി ട്രിപ്പ് സീരീസ് എന്ന് പറഞ്ഞിട്ട് അതിൽ കയറി നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ രാത്രിയിലുള്ള ഒരു ലുക്ക് കണ്ടോ നിങ്ങൾ? അടിപൊളിയല്ലേ? സ്ലീപ്പർ കോച്ചുകളൊക്കെ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. കണ്ടോ, കളറ് കണ്ടോ, ഇങ്ങനെ തിളങ്ങിയിട്ട് ഇങ്ങനെ ചുവപ്പ് കളറ് പൊളിച്ച്. ഇത് 2024 മാനുഫാക്ചർ ചെയ്തതാണ്, 2024 മീഡ. അടുത്ത കോച്ച് S3. അയ്യോ, ഇത് 2018 ഇതെന്താ അത്ര പഴയതായി പോയത്? അത് മോശമായി പോയല്ലേ. ഇത് മറ്റേ LHB ഇനാഗുറൽ റണ്ണിന് ഓടിയ ആ ഒരു റേക്ക് അല്ലാതെ തോന്നുന്നു കേട്ടോ. അത് ഫുള്ള് 24 മീഡും 21 മീഡൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. 18 മീഡ് അതിനില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. സെക്കൻഡ് ക്ലാസ്സൊക്കെ അത്യാവശ്യം സീറ്റൊക്കെ ഫുള്ളായി, എന്നാലും സ്പേസ് ഉണ്ട്. ഈ സെക്കൻഡ് ക്ലാസ്സൊക്കെ എന്തായാലും ഈ വണ്ടിക്ക് നിറയും, കാരണം രാത്രിക്ക് പോകുന്ന ആൾക്കാർ ഒരുപാടുണ്ടാവും. അതുകൊണ്ട് സീറ്റൊക്കെ എന്തായാലും ഫുള്ളാവും. സ്റ്റാൻഡിങ് ആയിരിക്കും എന്തായാലും ജനറൽ ക്ലാസ്സിലൊക്കെ. ഈ ഒരു UR കോച്ച് 2021 മെയ്ഡാണേ. അതൊക്കെ ഏതോ വണ്ടിക്ക് ഓടി തേഞ്ഞായ വണ്ടിയുടെ കോച്ചാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അത് ഭയങ്കര മോശമായിപ്പോയി. പുതിയ LHB കോച്ചാന്ന് പറഞ്ഞിട്ട് മിക്കവാറും ആ ഫസ്റ്റ് റണ്ണോടി LHB ആ ഒരു റേക്ക് മിക്കവാറും ഇന്ന് മംഗലാപുരത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന തിരുവനന്തപുരം എക്സ്പ്രസ്സിന് ഉണ്ടാവും. അതങ്ങനെയാണ്, നമ്മൾ പോകുന്ന ദിവസം മര്യാദക്കൊന്നും ഉണ്ടാവില്ല. റോയപുരത്തിൻ്റെ ഒരു WP7 ആട്ടോ നമ്മുടെ ലോക്കോ 30391 നമ്പർ. ഇത് കപ്പിൾ ചെയ്താവുന്നതേ ഉള്ളൂ. നാഗർകോവിൽ തിരുവനന്തപുരം നോർത്ത് പാസഞ്ചറാണ് ഞാൻ പോകുന്നത്. ആരക്കോണം ലോക്കോ ഷെഡിൻ്റെ ഒരു WP4 എൻ്റെ ലോക്കോ. നമ്മുടെ വണ്ടിയുടെ രണ്ടാമത്തെ സെക്കൻഡ് ക്ലാസ് വരുന്നത് 2015 മീഡാണ്. എൻ്റെ ദൈവമേ, 10 വർഷം പഴക്കമുള്ള കോച്ചോ? ഇതൊക്കെയാണോ പുതിയ LHB ആയ വണ്ടിക്ക് കൊടുക്കുന്ന കോച്ചുകൾ? എന്താ ചെയ്യണ്ടല്ലേ? ഇതൊക്കെ വെറും മോശം കോച്ചാണേ. ഏതോ വണ്ടിക്ക് ഓടി തേഞ്ഞ കോച്ചൊക്കെ ഇത്. ഇവിടുന്നോട്ട് സ്ലീപ്പറാണ്. ഇത് S1 ആണ്. എൻ്റെ S2 ആണ്. S2 7 നമ്പർ സൈഡ് ലോവറാണ് ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ളത്. S1 കോച്ച് 2023 മെയ്ഡാണ്. ഇത് വലിയ കുഴപ്പമില്ല, എന്നാലും ഏതോ സ്പെഷ്യൽ വണ്ടിക്കൊക്കെ ഓടിയ റേക്കായത്. എൻ്റെ കോച്ച് 2020 മെയ്ഡാണ്. S2 ആണ് എൻ്റെ കോച്ച്. ഇതിൽ 7 സൈഡ് ലോവറാണ് എൻ്റെത്. 8:55 നമ്മുടെ വണ്ടി ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് എടുക്കുന്നത്. ഇപ്പോൾ 8:48 ആയതേ ഉള്ളൂ. ഒരു 5-6 മിനിറ്റ് കൂടി ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ പുറത്ത് നിൽക്കുന്നത്. ഉള്ളിൽ കയറിയ ഭയങ്കര ചൂടായിരിക്കും. നമുക്ക് ഈ ഒരു S2 കോച്ചിന് പകരം S3 കിട്ടിയാൽ മതിയായിരുന്നു. അത് കുറച്ചുകൂടി മെനയുള്ളൊരു കോച്ചാണ്, കുറച്ചുകൂടി കളർഫുള്ളാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതൊരുമാതിരി കളറൊക്കെ ഫെയ്ഡായിട്ടുള്ളൊരു കോച്ചാണ്. എന്താ എൻ്റെ റെയിൽവേ ഭയങ്കര മോശമായിപ്പോയി. ഞാനങ്ങനെ നമ്മുടെ വണ്ടിയിൽ കയറി. കോച്ച് വലിയ കുഴപ്പമില്ല, ഉൾവശത്ത് അത്യാവശ്യം മെയിൻറ്റൈൻഡ് ആണ്. നമ്മുടെ ഈ ഒരു 163-47 നമ്പർ വണ്ടിയില്ലേ, ഈ വണ്ടി നമ്മുടെ തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡ് വരെയൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഒരു നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഓവർനൈറ്റ് വണ്ടിയാണ്. നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കയറി കാസർഗോഡാണ് ഇറങ്ങേണ്ടതെങ്കിൽ ഈ വണ്ടിയിൽ കയറി രാത്രി കിടന്നുറങ്ങി രാവിലെ എണീറ്റ് വേണമെങ്കിൽ പല്ലൊക്കെ തേച്ച് ആ സമയമാകുമ്പോഴേക്കും നമുക്ക് കാസർഗോഡ് ഈ വണ്ടി എത്തും. എന്നിട്ട് വീട്ടിലേക്ക് പോവാം നമുക്ക് കാസർഗോഡ് ഇറങ്ങിയിട്ട്. അതുപോലെ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഓവർനൈറ്റ് ട്രെയിനാണ് നമ്മളിപ്പോൾ പോകുന്ന ഒരു മംഗലാപുരം എക്സ്പ്രസ്. കറക്റ്റ് 8:55 തന്നെ നമ്മുടെ വണ്ടി തിരുവനന്തപുരത്ത് നിന്ന് ഡിപ്പാർട്ടായിട്ടുണ്ട്. ഷാർപ്പ് ടൈമാണ്.
ഇനി കുറച്ചങ്ങെത്തുമ്പം ആ ഷാർപ്പ് ടൈമൊക്കെ പോയിട്ട് ഡിലേ ആയിക്കോളും. നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിലെ ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ തിരുവനന്തപുരം സെൻട്രൽ. ഇനി വരുന്ന സമയത്ത് കാണാം. അപ്പുറം ഒരു എറണാകുളത്തിൻ്റെ ലോക്കോ കിടക്കുന്നുണ്ടല്ലോ. ഇത് ഇവിടുത്തെ ഷണ്ടിങ് ഡ്യൂട്ടിയുടെ ലോക്കോ ആണെന്ന് തോന്നുന്നു. ഒരു WP7 കിടക്കുന്നുണ്ട്. ഏതിൻ്റെ അത്? ഈ റോഡിൻ്റെ ആണോ? അവിടെ വെട്ടം അടിച്ചിട്ട് കാണുന്നില്ല. 30602 നമ്പർ. നമ്മുടെ ഈ ഒരു തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ്സിന് തിരുവനന്തപുരം സെൻട്രൽ വിട്ടാൽ പിന്നെ പേട്ട, ചിറയൻകീഴ്, കടക്കാവൂര്, വർക്കലയൊക്കെ സ്റ്റോപ്പ് ഉണ്ടായി. ഒരുപാട് സ്റ്റോപ്പുകൾ ഈ ഒരു വണ്ടിക്ക് ഉള്ളതുകൊണ്ടാണ് ഇത്രയും അധികം ടൈം എടുത്തിട്ട് മംഗലാപുരം എത്തുന്നത്. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം ഡിമാൻഡുള്ള വണ്ടിയാണിത്. അത്യാവശ്യത്തിൽ കൂടുതൽ ഡിമാൻഡുണ്ട്. ഓവർനൈറ്റ് ട്രെയിന് ഏതായാലും ഡിമാൻഡ് ഉണ്ടാവും. നമ്മളിപ്പോൾ തിരുവനന്തപുരം പേട്ടയിൽ നിന്ന് വണ്ടി എടുത്തു. ഇനിയിപ്പം അടുത്ത സ്റ്റോപ്പ് വരുന്നത് ചിറയൻകീഴാണ്. ഇവിടെയൊക്കെ ഫുള്ള് വെള്ളം മറിഞ്ഞ് കിടക്കുകയാണ്. ആ വാഷ് ബേസിൻ്റെ വേസ്റ്റ് പോകുന്ന പൈപ്പ് ലീക്കാന്ന് തോന്നുന്നു. ഇതിവിടെയൊക്കെ മോശം ഇങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുക. ഞാൻ വരുന്ന സമയത്തുണ്ട് ഇങ്ങനെ വെള്ളത്തിൽ ചവിട്ടിയ പോലെ ഒരു ഫീലിംഗ് തോന്നുന്നത്. താഴെ നോക്കിയപ്പോഴാണ് വെള്ളക്കെട്ട് കാണുന്നത്. അതിപ്പോൾ കുറച്ച് പോയി, നേരത്തെ കുറേ ഉണ്ടായിരുന്നു. എന്താ അല്ലേ, ഇത് ഏതോ വണ്ടിക്ക് ഓടി ഇങ്ങനെ പണ്ടാരടങ്ങിയ കോച്ചാണ്. പുതിയ LHB ആണല്ലോ, പുതിയ LHB. അയ്യയ്യേ വൃത്തിയോട്. ഇത് അവിടുത്തെ അവസ്ഥയൊക്കെ നിങ്ങൾ നോക്കിയേ. ഇതേ കണ്ടോ, തുരുമ്പെടുത്തിട്ട് ഇങ്ങനെ പൊടിഞ്ഞു പോയി അവിടെയൊക്കെ. നമ്മൾ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിലെത്തിയേ. ദിബ്രുഗഡ് കന്യാകുമാരി വിവേക് എക്സ്പ്രസ് വരുന്നുണ്ട്, നമ്മുടെ പാൻപരാഗ് എക്സ്പ്രസ്. അവിടുന്ന് ഹോൺ അടിച്ച് പിടിച്ച് വരുന്നുണ്ട്. ന്യൂഡൽഹി തിരുവനന്തപുരം കേരള സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് വരുന്നുണ്ട്. വർക്കല റെയിൽവേ സ്റ്റേഷൻ എത്തി. വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ ഈ ഒരു വർക്കല റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണണം കേട്ടോ. നമ്മൾ ഈ വർക്കല കുറച്ച് സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചാനലിലുണ്ടാവും, നിങ്ങൾ കയറി നോക്കുക. നമ്മളിപ്പോൾ പോകുന്ന ഈ ഒരു വണ്ടി ഡെയിലി സർവീസ് നടത്തുന്ന വണ്ടിയാണ്. 8:55 തിരുവനന്തപുരത്ത് നിന്ന് എടുത്തിട്ട് പിറ്റേ ദിവസം 11:20 ആവുന്ന സമയത്ത് മംഗലാപുരം സെൻട്രലിലെത്തും. ഏകദേശം 633 കിലോമീറ്ററാണ് ഈ ഒരു വണ്ടി സഞ്ചരിക്കുന്നത്.
ഈ ഒരു 633 കിലോമീറ്റർ സഞ്ചരിക്കാൻ നമ്മുടെ ഈ വണ്ടി എടുക്കുന്ന സമയം എന്ന് വെച്ചാൽ 14 മണിക്കൂറും 25 മിനിറ്റുമാണേ. അത്രയും ടൈം എടുത്ത് പോകുന്നൊരു വണ്ടിയാണിത്. ഭയങ്കര വെറുപ്പിക്കുന്ന ഒരു ട്രെയിനാണ്. ഒരു പാസഞ്ചറിന് പോകുന്ന പോലെയാണ് നമ്മൾ ഈ ഒരു എക്സ്പ്രസ്സിന് പോകുന്നത്. ടോട്ടൽ 45 സ്റ്റേഷനിലാണ് ഈ ഒരു തിരുവനന്തപുരം തൊട്ട് മംഗലാപുരം വരെ ഈ ഒരു വണ്ടിക്കുള്ളത്. ഈ വണ്ടിയുടെ ഫസ്റ്റ് LHB റണ്ണിന് ഈ വണ്ടിക്ക് കൊടുത്ത ലോക്കോ വിജയവാഡ ലോക്കോ ഷെഡിൻ്റെ ഒരു WAP4 ആയിരുന്നു. നല്ല കിഡിലനൊരു ചുവന്ന തുടുത്തിരിക്കുന്നൊരു WAP4 ആയിരുന്നു അതിൻ്റെ ലോക്കോ. ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് റണ്ണിൻ്റെ ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല മാച്ചിങ് ആയിരുന്നു ആ ഒരു ചുവന്ന കളറ് പുതിയ LHB കോച്ചുകളായിട്ട്. അത് പൊളിയായിരുന്നു. ഫെബ്രുവരി 16-നാണ് ഈ ഒരു വണ്ടിയുടെ ഫസ്റ്റ് LHB റൺ നടന്നത്. ആ ഒരു ഫസ്റ്റ് LHB റണ്ണിന് ഈ ഒരു വണ്ടിയിൽ കയറാൻ വേണ്ടി പറ്റിയില്ല. എനിക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് എന്തായാലും മിസ്സായിപ്പോയി. എന്നാലും കുഴപ്പമില്ല, വണ്ടി ഇപ്പം ഉഷാറായിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു വണ്ടിയുടെ പഴയ കോച്ചുകൾ, അതായത് പഴയ ICF കോച്ചുകളൊക്കെ ഭയങ്കര മോശമായിരുന്നു. മെയിൻ്റനൻസും കാര്യങ്ങളൊന്നും അധികം ഇല്ലാതെ, ഇത് മറ്റേ മത്സ്യഗന്ധമായിട്ട് കൂടുന്ന വണ്ടിയല്ലേ, അതുകൊണ്ട് വണ്ടി മൊത്തം ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. തുരുമ്പ് കയറിയിട്ടും മെയിൻ്റനൻസ് ഇല്ലാത്തയും അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറി ഇപ്പോൾ പുതിയ LHB ആയി, അടിപൊളിയായി. പിന്നെ ഈ ഒരു മംഗലാപുരം എക്സ്പ്രസ്സിന് പെട്ടെന്ന് LHB കിട്ടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഇത് തിരുവനന്തപുരം ഡിവിഷൻ്റെ വണ്ടിയാണ്, രണ്ട് മത്സ്യഗന്ധയായിട്ട് പോകുന്ന വണ്ടിയുടെ റേറ്റ് ഷെയറിംഗ് ഉള്ള വണ്ടി കൂടിയാണിത്. മത്സ്യഗന്ധ നമ്മുടെ മംഗലാപുരത്ത് നിന്ന് മുംബൈ LTTയിലേക്ക് പോകുന്നൊരു ഡെയിലി സർവീസ് നടത്തുന്ന വണ്ടിയാണ് മത്സ്യഗന്ധ. ഒരു ലോങ് ഡിസ്റ്റൻസ് വണ്ടിയല്ലേ, അപ്പോൾ ഈ പുവർ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ഉള്ള ICF കോച്ചുകളൊക്കെ വെച്ച് ഈ ലോങ് ഡിസ്റ്റൻസ് വണ്ടികൾ അത്ര സേഫ് അല്ലല്ലോ. അതുകൊണ്ടൊക്കെ കൊണ്ടായിരിക്കണം ഈ ഒരു വണ്ടി പെട്ടെന്ന് ബാക്കിയുള്ള വണ്ടികളെക്കാളും പെട്ടെന്ന് LHBയിലേക്ക് ആയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മുടെ മാവേലി എക്സ്പ്രസ്സും മലബാർ എക്സ്പ്രസ്സൊക്കെ LHB ആവാനുണ്ട്. അതിൻ്റെ കോച്ചുകളൊക്കെ പഴയ കോച്ചുകളാണ്. ഈ ഒരു മാവേലി മലബാറൊക്കെ പാലക്കാട് ഡിവിഷൻ്റെ വണ്ടിയാണേ. ഈ ഒരു പാലക്കാട് ഡിവിഷന് അവരുടെ വണ്ടി LHB ആവാൻ വലിയ താല്പര്യമൊന്നും ഇല്ലാതെ തോന്നുന്നു. അവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അതൊക്കെ കൊണ്ടാണ് ഈ മാവേലി മലബാറൊക്കെ ഈ പഴയ കോച്ചുകൾ വെച്ചിട്ട് ഇപ്പോഴും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ എന്ത് പറയാനാ, പാലക്കാട് ഡിവിഷൻകാർ കുറച്ചൊന്ന് ഉത്സാഹിച്ചാൽ മാത്രമല്ലേ പെട്ടെന്ന് അവരുടെ വണ്ടി LHB ആയി കിട്ടുള്ളൂ. ഏപ്രിൽ 18 തൊട്ട് സെക്കന്ദരാബാദിൽ നിന്ന് തിരുവനന്തപുരം വരെ വരുന്ന ശബരി എക്സ്പ്രസ്സും LHB ആവുമല്ലേ. ഞാൻ ഏപ്രിൽ 18-ന് ഇങ്ങോട്ട് വരുന്നത്, അതായത് സെക്കന്ദരാബാദിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് വരുന്ന വണ്ടിക്ക് സീറ്റ് കിട്ടുമെന്ന് കുറേ ദിവസമായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷേ സീറ്റൊക്കെ ഫുള്ളാണ്, വെയിറ്റിംഗ് ലിസ്റ്റാണ് മൊത്തം. അത് കൺഫേം ആവുന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഡൗട്ടുണ്ട്. കാരണം ഫസ്റ്റ് LHB റണ്ണാവുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വരും. അതുകൊണ്ട് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നവരൊക്കെ വളരെ കുറവായിരിക്കും. കറണ്ട് ടിക്കറ്റ് കിട്ടുമെങ്കിലും സെക്കന്ദരാബാദിൽ എത്താൻ വേണ്ടി പറ്റില്ലല്ലോ പെട്ടെന്ന്. കുഴപ്പമില്ല, നമുക്ക് ഫസ്റ്റ് LHB റണ്ണിൽ കയറാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ആ ഒരു വണ്ടിയിൽ കയറാം. ആ ഒരു LHB കോച്ചുകൾ എങ്ങനെയാണെന്ന് നമുക്ക് അറിയണ്ടേ. നമ്മളെ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഹോം സിഗ്നൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സിഗ്നൽ വീണു തോന്നുന്നു, വണ്ടി എടുത്തു. നിസാമുദ്ദീൻ തിരുവനന്തപുരം രാജധാനിയാണ്. അതിപ്പോൾ കൊല്ലത്തുനിന്ന് ഡിപ്പാർട്ടായി.
കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. സമയം ഇപ്പോൾ 10:25 കഴിഞ്ഞു കേട്ടോ. ഞാൻ കയറി കിടന്നാലോ എന്ന് ആലോചിക്കുവാണ്. നമ്മൾ കൊല്ലം ജംഗ്ഷന്ന് ഡിപ്പാർട്ടായേ. ഇനി നമ്മുടെ വണ്ടിയുടെ അടുത്ത സ്റ്റോപ്പ് ശാസ്താംകോട്ടയാണ്. നമ്മുടെ വണ്ടിയുടെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വൃത്തിയുണ്ട്. ഇത് നമ്മളിപ്പോൾ കയറിയ കോച്ച് കുറച്ച് പഴയ കോച്ചല്ലേ, അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അതെ ഈ ഒരു സൈഡിലൊക്കെ കാണാൻ വേണ്ടിയിട്ടുണ്ട്. പുതിയ കോച്ചിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് ഇല്ലല്ലോ, പഴയതല്ലേ. അതെ ഇവിടെയൊക്കെ തുരുമ്പ് കയറി ഒരു കണ്ണാടിയുടെ ആ ഒരു ഫ്രെയിം പോലെ ആക്കിയതിന്. ബാക്കിയൊക്കെ വലിയ കുഴപ്പമില്ല, എന്നാലും അത്ര ഓക്കെ അല്ല. നമ്മൾ കോഴിക്കോടെത്തി. രാവിലെ തന്നെ മഴയാണല്ലോ. രാവിലെ തന്നെ നല്ല മഴയാണല്ലോ. നമ്മൾ ഈ ഒരു ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പം നമ്മളെ നാട്ടിലെത്തുമ്പോൾ നമ്മളെ വരവേൽക്കുന്നതായിരിക്കുമല്ലോ ഈ ഒരു മഴ. നമ്മുടെ വണ്ടി രാത്രിക്ക് കുറച്ച് ലേറ്റ് ഉണ്ടായിരുന്നു. കോട്ടയമൊക്കെ എത്തുമ്പോൾ ഒരു അരമണിക്കൂർ ലേറ്റ് ഉണ്ടായിരുന്നു, അരമണിക്കൂറിൻ്റെ മുകളിൽ ലേറ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മെല്ലെ മെല്ലെ ഇങ്ങനെ പിടിച്ച് വരാൻ തുടങ്ങി. നമ്മളിപ്പോൾ കോഴിക്കോട് സ്റ്റേഷനിലെത്തിയിട്ട് ഇവിടെ നിർത്തിയിട്ടാ. ഇവിടെ ഓൺ ടൈമാണ് നമ്മുടെ വണ്ടി കയറിയത്. അടിപൊളി. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കറക്റ്റ് ടൈമിൽ തന്നെ പോകും. നമ്മുടെ ഈ ഒരു മംഗലാപുരം സെൻട്രൽ എക്സ്പ്രസ്സിൽ സ്ലീപ്പർ കോച്ചുകളിൽ S8 കോച്ച് ഇവിടെ കോഴിക്കോട് മുതൽ മംഗലാപുരം വരെ ഡി റിസർവ്ഡ് കോച്ചാണ്. അതായത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് സ്ലീപ്പർ ടിക്കറ്റ് എടുത്തിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന കോച്ചുകളെയാണ് ഈ ഡി റിസർവ്ഡ് കോച്ച് എന്ന് പറയുന്നത്. WDG4 ആയിട്ട് ഒരു BCNA പോകുന്നുണ്ട്. ഇവിടെ നിർത്തിയിട്ടുള്ളത് നമ്മൾ വന്നിട്ട് നമ്മുടെ പുറകെ വരാനായിരിക്കും. ട്വിൻസാ ഗോൾഡൻ റോക്കിൻ്റെ WDG4. വണ്ടി ഇൻഡോറിന്ന് തിരുവനന്തപുരം നോർത്തിലേക്ക് പോകുന്ന ഒരു എക്സ്പ്രസ് ആണ്. അതിവിടെ കോഴിക്കോട് ഔട്ടറിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക.
അതോ ഒരു ബോബിൻ ഫ്രൈറ്റിനെ വലിക്കുന്നതായിരിക്കും. മെറ്റലൊക്കെ കൊണ്ടുപോകുന്ന ഒരു ഫ്രൈറ്റ് ഉണ്ട് അവിടെ. നമ്മുടെ ഈ ഒരു വണ്ടി LHB ആയിട്ട് കൺവേർട്ട് ആയതിന് ശേഷമുള്ള കോച്ച് കമ്പോസിഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ 8 സ്ലീപ്പർ കോച്ചുകളുണ്ട്. പിന്നെ 4 UR ആണ് മൊത്തത്തിലുള്ളത്. 4 ജനറൽ ക്ലാസ്, 8 സ്ലീപ്പർ, പിന്നെ 2 തേർഡ് AC എക്കണോമി കൊടുത്തിട്ടുണ്ട് ഈ ഒരു വണ്ടിക്ക്. M1ഉം M2ഉം കൊടുത്തിട്ടുണ്ട്. പിന്നെ 4 തേർഡ് AC കോച്ചുകളുണ്ട്, 2 സെക്കൻഡ് AC, 1 SLR. ഇങ്ങനെയാണ് ഇതിൻ്റെ കോച്ച് കമ്പോസിഷൻ വരുന്നത്. മുമ്പ് പഴയ കോച്ച് ഉണ്ടാകുന്ന സമയത്ത് 11 സ്ലീപ്പർ ഈ ഒരു വണ്ടിക്ക് ഉണ്ടായിരുന്നേ. അത് എന്നിട്ട് വെട്ടിക്കുറച്ചിട്ട് 8 സ്ലീപ്പറാക്കി. S8 വരെയുള്ളൂ ഇപ്പോൾ ഈ ഒരു വണ്ടിക്ക് LHB ആയതിന് ശേഷം. ഒരു 2 തേർഡ് AC എക്കണോമി കൊടുത്തതുകൊണ്ട് ചെറിയൊരു പ്രശ്നം ഒഴിവായി. എന്നാലും സ്ലീപ്പറിൻ്റെ ആ ഒരു ഫെയറിന് നമുക്ക് തേർഡ് AC എക്കണോമിയിൽ പോകാൻ വേണ്ടി പറ്റില്ല. സാധാരണ ഈ ICF കോച്ചുകളിലൊക്കെ സ്ലീപ്പർ കോച്ചുകളിൽ ആകെ 72 സീറ്റാണ് ഉണ്ടാവുന്നത്. എന്നാൽ LHB കോച്ചുകളിൽ സ്ലീപ്പറിൽ 80 സീറ്റുകളുണ്ടാവും. അതായത് ICF കോച്ചിനെ വെച്ച് നോക്കുന്ന സമയത്ത് 8 സീറ്റ് അധികമുണ്ട് ഈ ഒരു LHB കോച്ചിന്. നമ്മുടെ ഈ ഒരു തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ആദ്യം ഈ ഒരു വണ്ടി ഓടിത്തുടങ്ങുന്നത് എറണാകുളത്ത് നിന്നും കണ്ണൂർ വരെ കണ്ണൂർ എക്സ്പ്രസ് എന്ന പേരിലായിരുന്നേ. 1972 ഇതിൻ്റെ ഫസ്റ്റ് ഇനാഗുറൽ റൺ നടന്നത്. ആ സമയത്ത് എറണാകുളത്ത് നിന്ന് കണ്ണൂർ വരെയായിരുന്നു ഈ ഒരു വണ്ടി പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് എറണാകുളത്ത് നിന്ന് നേരെ തിരുവനന്തപുരത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയും തിരുവനന്തപുരം കണ്ണൂർ എക്സ്പ്രസ് എന്ന പേരിൽ ഓടാൻ വേണ്ടി തുടങ്ങി. കണ്ണൂർ എക്സ്പ്രസ് എന്ന പേരിൽ മുമ്പ് ഓടിക്കൊണ്ടിരുന്നതുകൊണ്ട് തന്നെ ഇപ്പോഴും ഈ ഒരു വണ്ടിക്ക് കണ്ണൂർ എക്സ്പ്രസ് എന്നൊരു നിക്ക് നെയിം ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കാസർഗോഡുള്ള ആൾക്കാർക്ക് തിരുവനന്തപുരത്ത് പോകാനും വരാനും ആ ഒരു കണക്ടിവിറ്റി നൽകാൻ വേണ്ടിയിട്ട് റെയിൽവേ ബോർഡ് ഈ ഒരു വണ്ടി കണ്ണൂരിൽ നിന്ന് നേരെ മംഗലാപുരം വരെ നീട്ടി. അതിനുശേഷമാണ് തിരുവനന്തപുരം മംഗലാപുരം സെൻട്രൽ എക്സ്പ്രസ് ആയിട്ട് ഓടാൻ വേണ്ടി തുടങ്ങിയത്. പിന്നെ നമ്മുടെ മംഗലാപുരം തിരുവനന്തപുരം റൂട്ടിൽ മലബാർ എക്സ്പ്രസ്സും പരശുറാം എക്സ്പ്രസ്സും കഴിഞ്ഞാൽ ഏറ്റവും സ്ലോവസ്റ്റ് ആയിട്ട് പോകുന്ന വണ്ടി നമ്മുടെ ഈ ഒരു വണ്ടിയാണ്. ഇത് തിരിച്ചു പോകുമ്പോൾ ഉള്ള വണ്ടി, അതായത് മംഗലാപുരം എക്സ്പ്രസ്. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ സ്ലോവസ്റ്റ് വണ്ടി തിരുവനന്തപുരം റൂട്ടിലെ മൂന്നാമത്തെ സ്ലോവസ്റ്റ് വണ്ടി എന്ന ഒരു പേര് ഈ വണ്ടിക്ക് സ്വന്തമാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ 633 കിലോമീറ്റർ സഞ്ചരിക്കാൻ ഈ വണ്ടി എടുക്കുന്ന സമയം എന്ന് വെച്ചാൽ 14 മണിക്കൂറും 25 മിനിറ്റുമാണ്. അത്രയും ടൈമാണ് ഈ വണ്ടി എടുക്കുന്നത്. അതുപോലെ നമ്മുടെ മലബാർ എക്സ്പ്രസ് ഒക്കെ ആണെങ്കിൽ 15.5 മണിക്കൂറാണ് മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരം വരെ എത്താനെടുക്കുന്നത്. എന്താ അല്ലേ, ഇരുന്നിരുന്ന് ഇങ്ങനെ അടപ്പ് തെറിക്കുമെന്നൊക്കെ പറയാറില്ലേ, അതുപോലെ ആയിപ്പോവും. പിന്നെ ഈ ഒരു റൂട്ടിലെ 4ാമത്തെ സ്ലോവസ്റ്റ് വണ്ടി ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ഏറനാട് എക്സ്പ്രസ് ആണേ. നമ്മൾ മാഹി എത്തിയിട്ട് ഡിപ്പാർട്ടായി. ഇവിടെ ഒരു BCNA ഫ്രൈറ്റ് കിടക്കുന്നുണ്ട്.
നേത്രാവതിയാണേ. ഒരു ഹുബ്ബള്ളി ലോക്കോ ഷെഡിന്റെ ഒരു WP7 അതിന്റെ ലോക്കോ. നമ്മളങ്ങനെ തലശ്ശേരി എത്തിക്കൊണ്ടിരിക്കുകയാണ്. നേത്രാവതി തലശ്ശേരിയിൽ നിന്ന് ഡിപ്പാർട്ടായി. തലശ്ശേരിയൊക്കെ നമ്മൾ ഓൺ ടൈമിലാണ് എത്തിയത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വണ്ടിക്ക് തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരം വരെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. എനിക്ക് ടിക്കറ്റിന് ഫെയർ ആയത് 360 രൂപയാണ് തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരം വരെ. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു പ്രീമിയം കോച്ചുകളിൽ പോകണം, കുറച്ച് തണുത്തിട്ട് പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ വണ്ടിക്ക് ഇപ്പം AC 3 ടയർ എക്കോണമി ഉണ്ട്, M1 M2 കോച്ചും ഉണ്ട്. അപ്പോൾ AC 3 ടയർ എക്കണോമിക്ക് തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരം വരെ 895 രൂപയാണ് വരുന്നത്. നിങ്ങൾക്ക് അത് വേണമെങ്കിലും എടുക്കാം. നമ്മളെ കണ്ണൂർ ഔട്ടറിൽ കൊണ്ടുവന്ന് പിടിച്ചു കേട്ടോ. നമ്മൾ ബിഫോർ ടൈം അടിച്ച കണ്ണൂർ കയറാൻ വേണ്ടി നിന്നത്. ഇപ്പം 7:55 കണ്ണൂർ കയറേണ്ടത്. ഇപ്പം 7:47 ആയതേ ഉള്ളൂ. ഇപ്പം എടുക്കുമായിരിക്കും. ഒരു 2 മിനിറ്റൊക്കെ ബിഫോർ ടൈം അടിച്ച് സ്റ്റേഷനിൽ കയറിയാലും കുഴപ്പമില്ലല്ലോ. കണ്ണൂർ ഇപ്പോൾ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമൊക്കെ ഫ്രീ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടല്ലോ, എന്താണെന്നറിയില്ല. ഒരു കർവിലാണ് ഇങ്ങനെ കൊണ്ട് നിർത്തിയത്. അപ്പോൾ നമ്മുടെ ലോക്കോ ഇങ്ങ് ദൂരെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ആലപ്പുഴയിലെ കോച്ചിങ് ഡിപ്പോ അടച്ചുപൂട്ടാൻ പോവുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടു. ഞാനത് ഫേസ്ബുക്കിൽ കണ്ടതാണ്. അത് സത്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവിടെ ഇപ്പം മെയിൻ്റനൻസ് അവിടെ നടക്കുന്നത്, ആലപ്പുഴ കോച്ചിങ് ഡിപ്പോയിൽ മെയിൻ്റനൻസ് നടക്കുന്ന ഏക വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ ധൻബാദ് ആലപ്പുഴ എക്സ്പ്രസ് ഇല്ലേ, ആ ഒരു വണ്ടിയുടെ മെയിൻ്റനൻസും കാര്യങ്ങളും മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ധൻബാദ് ആലപ്പുഴ നേരെ ആലപ്പുഴയിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് തിരുവനന്തപുരം നോർത്തിലേക്ക് ആക്കാനുള്ള പരിപാടിയാണ് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ ഏകദേശം സെറ്റപ്പും കാര്യങ്ങളൊക്കെ റെഡിയായി എന്നാണ് ഇങ്ങനെ പറയുന്നത്. ഇനിയിപ്പോൾ തിരുവനന്തപുരം നോർത്ത് ധൻബാദായിട്ട് അത് ഓടിത്തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആലപ്പുഴ കോച്ചിങ് ഡിപ്പോ വെറുതെ പോകും. അവിടെ ഇപ്പോൾ തൽക്കാലം മെയിൻ്റനൻസും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വേറെ വണ്ടി ഇല്ലാതാവും. എങ്കിലും കോച്ചിങ് ഡിപ്പോയൊക്കെ പൊളിച്ച് കളയാനൊക്കെ എളുപ്പമായിരിക്കും. പക്ഷെ അത് പുതിയ പുതിയ വണ്ടികൾ വരുന്ന സമയത്ത് റീഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞത് ഭയങ്കര ടാസ്ക് പിടിച്ച പണിയായിരിക്കും.
ആലപ്പുഴ കോച്ചിൻ ഡിപ്പോയിൽ നമ്മുടെ ധൻബാദ് തിരുവനന്തപുരത്തേക്ക് നീട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ വണ്ടികൾ മെയിൻ്റനൻസ് ചെയ്യാനുണ്ടാവില്ല. ജീവനക്കാരെ വെറുതെ വെച്ചുകൊണ്ടിരിക്കണ്ടേ, ശമ്പളം കൊടുക്കണ്ടേ എന്നൊക്കെയാണ് റെയിൽവേ പറയുന്ന കാരണങ്ങൾ. അതിപ്പോൾ എന്ത് ചെയ്യാനല്ലേ, ഇവന്മാർ പറയുന്നതും കേട്ട് ആ കോച്ചിൻ ഡിപ്പോ അടക്കും. കുറച്ച് കഴിഞ്ഞ് പുതിയ വണ്ടികൾ വരുന്ന സമയത്ത് മെയിൻ്റനൻസ് ചെയ്യാൻ ഡിപ്പോകളില്ലാണ്ട് ബുദ്ധിമുട്ടും, എല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാഫിക്കും തിരക്കുകളൊക്കെ കൂടും. ഈ ആലപ്പുഴയിലൊരു പിറ്റ് ലൈൻ കൂടി ഉണ്ട്. ഇനിയിപ്പോൾ കോച്ചിൻ ഡിപ്പോ എല്ലാം പൊളിച്ച് കളയുന്നുണ്ടെങ്കിൽ ആ ഒരു പിറ്റ് ലൈൻ കൂടി പൊളിച്ച് കളയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു ആലപ്പുഴയും കൂടി പൊളിച്ച് കളഞ്ഞാൽ പിന്നെ, അഥവാ പൊളിച്ച് കളഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം ഡിവിഷൻ്റെ കീഴിൽ പിന്നെ ബാക്കി 3 കോച്ചിൻ ഡിപ്പോകളായിരിക്കും ഉണ്ടാവുക. ഒന്ന് തിരുവനന്തപുരം സെൻട്രൽ, പിന്നെ തിരുവനന്തപുരം നോർത്ത്, എറണാകുളം. ഈ ഒരു 3 കോച്ചിൻ ഡിപ്പോകളായിട്ട് മാറും. ഈ പൊളിച്ച് കളയുന്നതിന് പകരം അതൊക്കെ സൂക്ഷിക്കാൻ ആരും മെനക്കെടുന്നില്ലല്ലോ എന്നാണ് എൻ്റെ ഒരു ചിന്ത. എന്താ അല്ലേ, എല്ലാം പൊളിച്ച് കളയാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ അത് റീഓപ്പൺ ചെയ്യേണ്ടി വന്നെങ്കിൽ മേ ബി ഫ്യൂച്ചറിൽ അങ്ങനെ റീഓപ്പൺ, കുറേ ട്രെയിനുകൾ വന്നു, മെയിൻ്റനൻസ് ചെയ്യാൻ സ്ഥലമില്ല, പുതിയ കോച്ചിൻ ഡിപ്പോ വേണം. ഉണ്ടായ കോച്ചിൻ ഡിപ്പോ പൊളിച്ച് കളഞ്ഞിട്ട് പിന്നെയും അത് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലല്ലോ. പെട്ടെന്ന് എന്തായാലും നടക്കില്ല, അതിനൊക്കെ ടൈം എടുക്കും. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു നാട്ടിലെ MP വിചാരിച്ചാൽ പരമാവധി ഇതൊക്കെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഒരു ഡിസിഷൻ മാറ്റാൻ MP-മാരൊക്കെ വിചാരിച്ചാൽ നടക്കും. പക്ഷെ വിചാരിക്കണം, തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് മാത്രം വന്ന് കൈകൂപ്പി ഇങ്ങനെ എനിക്ക് വോട്ട് തരണം എന്ന് പറഞ്ഞൊരു കാര്യമില്ല. നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, ആവശ്യമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണം. അതിനാണ് ഈ MP-മാരെയൊക്കെ നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നത്. ആരോട് പറയാനല്ലേ. അങ്ങനെ യാത്രകളൊക്കെ കഴിഞ്ഞ് നമ്മുടെ സ്വന്തം കണ്ണൂരിലേക്ക് ഞാൻ തിരിച്ചെത്തിയിരിക്കുകയാണ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ. സമയം ഇപ്പം 7:53. 2 മിനിറ്റ് ബിഫോർ ടൈം അടിച്ച് നമ്മൾ കണ്ണൂർ കയറി കേട്ടോ. അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലുള്ള വണ്ടി മറ്റേ കോഴിക്കോട് എക്സ്പ്രസ് ആണേ, മംഗലാപുരത്ത് നിന്ന് കോഴിക്കോട് വരുന്നത്. ഇത് കുറേ പാസഞ്ചറായിട്ടൊക്കെ റൈഡ് ഷെയറിംഗ് ഉള്ള വണ്ടിയാണ്. ഈ വണ്ടിയുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവേ. മംഗലാപുരം തിരുവനന്തപുരം വന്ദേ ഭാരത് വരുന്നുണ്ടേ. ഈ വണ്ടിക്ക് 20 കോച്ചുകൾ ആവുന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഇതുവരെ ഒന്നും റെഡി ആയില്ല തോന്നുന്നു. ആവുമായിരിക്കും. നമ്മൾ കണ്ണൂരിൽ നിന്ന് വണ്ടി എടുത്തു. വളവട്ടണത്ത് നമുക്ക് സ്റ്റോപ്പില്ല. ഇവിടെ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു, സിഗ്നൽ ചോപ്പായിരുന്നു. അവിടെ നിർത്തിയപ്പോൾ തന്നെ അത് ഗ്രീൻ ആവുകയും ചെയ്തു. വളവട്ടണം സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ കുറേ ലോറികൾ നിർത്തിയിട്ടിട്ടുണ്ടോ. ഈ ചരക്കുകൾ കൊണ്ടുപോകാനായിട്ട് ആ ലോറികൾ കാണാൻ പ്രത്യേക രസമാണ്. ഇങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നത് കാണാൻ. നമ്മൾ കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ എത്തി. ഇനി പഴയങ്ങാടിയും ഏഴിമലയും കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പായ പയ്യന്നൂരാണ്. എൻ്റെ കോച്ചിൽ എൻ്റെ സീറ്റിൻ്റെ ഈ ഒരു വിൻഡോ തുറക്കാൻ പറ്റുന്നില്ല കേട്ടോ. എന്തോ ഒരു സ്റ്റക്ക്, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. 2020 മെയ്ഡല്ലേ നമ്മൾ ഈ കയറിയ കോച്ച്. ഓടി പഴകിയ ഒരു കോച്ചാണ് ഇത്. വല്ലാത്ത സംഭവമായിപ്പോയി. പുതിയ കോച്ചുകൾ കൊടുത്തുകൂടെ ഇതിനൊക്കെ, എന്ത് പറയാനാ.
ലാസ്റ്റ് സ്റ്റോപ്പായ പഴയങ്ങാടി നമ്മളെത്തി. നമ്മളിപ്പോൾ കയറിയിട്ടുള്ള ഈ S2 കോച്ച് മോഡേൺ കോച്ച് ഫാക്ടറി നിർമ്മിച്ചാണ്. റായ്ബറേലിയുള്ള മോഡേൺ കോച്ച് ഫാക്ടറിയിൽ 2020 ഇതിൻ്റെ മാനുഫാക്ചറിങ് നടന്നത്. നമ്മൾ ഏഴിമല റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞാൻ ഇവിടുന്ന് എൻ്റെ കോച്ചിൽ നിന്ന് ഇറങ്ങിയിട്ട് ജനറലിലേക്ക് പോയാലോ എന്ന് ആലോചിക്കാം. അങ്ങനെയാണെങ്കിൽ പയ്യന്നൂർ എത്തിയിട്ട് എനിക്ക് ലോക്കോടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പറ്റും. നമ്മളങ്ങനെ പയ്യന്നൂരെത്തി. ഞാൻ പയ്യന്നൂർ ഇറങ്ങിയിട്ട് നേരെ ഫ്രണ്ടിലേക്ക് ഓടി ലോക്കോടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് കോച്ചുകളുടെ വർഷങ്ങളൊക്കെ നോക്കാമല്ലോ. S1 2023, S2 നമ്മുടെ 2020, S3 2018, S4 2024 അത് പുതിയതാ, S5 2024, S6 2024, S7 2024, S7 2018, 2024, 24 തേർഡ് AC ആണ്. ഇത് സെക്കൻഡ് AC. 22, 23, 22, 24, 24. ബാക്കിലെ 2 ജനറലും 24 മീഡ കേട്ടോ. അങ്ങനെ വർക്കല കന്യാകുമാരി ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ നാടായ പയ്യന്നൂരിലെത്തി. ഇനി എൻ്റെ വീട്ടിൽ പോകണം. വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യണം. വീഡിയോസൊക്കെ ലാപ്പിലുണ്ട്. അതൊക്കെ ഇനി എഡിറ്റ് ചെയ്തിട്ട് സെറ്റാക്കണം. അപ്പോൾ ഈ ഒരു യാത്രാ സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ എല്ലാ വീഡിയോസും കാണണം കേട്ടോ. ഇനിയിപ്പോൾ ഏപ്രിൽ മാസത്തിലും ഞാൻ കുറച്ച് യാത്രാ സീരീസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഏപ്രിൽ ലാസ്റ്റ് ആവുന്ന സമയത്ത്. അതിന് മുന്നേ നമുക്ക് ഒരു യാത്രാ സീരീസ് അല്ലാതെ വേറെ എവിടേക്കെങ്കിലും പോകാൻ പറ്റുവാണെങ്കിൽ ഞാൻ നോക്കട്ടെ. അപ്പോൾ ഈ ഒരു വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.